നിങ്ങൾ തീർച്ചയായും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട 100 സിനിമകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ സിനിമകൾ ഞാനൊരു പ്രത്യേക ഓർഡറിലായിരിക്കുകയില്ല പറയുന്നത്. വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക. ഒപ്പം ഞാൻ പറയുന്ന സിനിമകളും മുകളിൽ കാണുന്ന ക്ലിപ്സുമായി യാതൊരുവിധ ബന്ധവും ഉണ്ടായിരിക്കുകയില്ല. 100 സിനിമകളുടെയും ക്ലിപ്സ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വീഡിയോ ചെയ്യുന്നത് നല്ല ടാസ്ക് ആയതിനാൽ തന്നെ ആ സിനിമയെ യാതൊരുമായ കണക്ഷനും ഇല്ലാത്ത ക്ലിപ്സ് ആയിരിക്കും മേലെ കാണുന്നത്. മാഡ് മാക്സ് ഒരു ആക്ഷൻ ത്രില്ലറാണ്. ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിൽ സംഭവിക്കുന്ന സിനിമ. വളരെ മികച്ചു നിൽക്കുന്ന സിനിമ തന്നെയാണ്. അടുത്തതായി ഹങ്കർ ഗെയിംസ്. മനുഷ്യർ പരസ്പരം വേട്ടയാടാൻ നിർബന്ധിതരാകുന്ന ഒരു ഗെയിം കളിക്കാൻ നിർബന്ധിതയാകുന്ന ഒരു പെൺകുട്ടിയുടെ കഥ പറയുന്ന സിനിമ. ഇൻ്റർസ്റ്റെല്ലാർ. ജൊനാഥൻ നോളനും ക്രിസ്റ്റഫർ നോളനും കൂടെ കഥ എഴുതി ക്രിസ്റ്റഫർ നോളൻ ഡയറക്റ്റ് ചെയ്ത സിനിമ. ഭൂമിയിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളും ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി കൂപ്പർ എന്ന് പറയുന്ന നാസയിലെ ഒരു എക്സ് പൈലറ്റ് നടത്തുന്ന യാത്രയും എല്ലാമാണ് സിനിമയിൽ മെയിനായിട്ട് കാണിക്കുന്നത്. ഇൻസെപ്ഷൻ. സ്വപ്നങ്ങളെ കേന്ദ്രീകരിച്ച് വന്ന സിനിമ. സ്വപ്നത്തിനുള്ളിൽ മറ്റൊരു വ്യക്തിയുടെ സ്വപ്നത്തിനുള്ളിൽ കടക്കുന്ന രീതി നിലനിൽക്കുകയും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളും. പ്രസ്റ്റീജ്. മാന്ത്രികതയിൽ മാജിക്കിൽ മൂടപ്പെട്ട കുറേ രഹസ്യങ്ങളുടെ കഥ പറയുന്ന സിനിമ. 12 ആംഗ്രി മെൻ. ഒരു കോടതി വിധിയെ തുടർന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു റൂമിൽ ഒത്തുചേർന്ന 12 പേർ ഇതിൻ്റെ ശരിക്കുമുള്ള കേസിൻ്റെ വശങ്ങൾ ചുരുളഴിക്കുന്ന സിനിമ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്ന ഒറ്റ കാരണത്താൽ നിങ്ങൾ ഈ സിനിമ കാണാണ്ടിരുന്നാൽ നിങ്ങൾക്കത് വളരെ വലിയൊരു നഷ്ടമായി തീരും. അറൈവൽ. ഭൂമിയുടെ പല ഭാഗത്ത് വ്യത്യസ്ത തരത്തിലുള്ള ഷിപ്പുകൾ പ്രത്യക്ഷപ്പെടുകയും ഏലിയൻ ഷിപ്പുകൾ പ്രത്യക്ഷപ്പെടുകയും അവർ മനുഷ്യരുമായി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമ. ബ്രഹ്മയുഗം. മലയാളത്തിൽ നിന്ന് ബ്രഹ്മയുഗം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ച സിനിമ. ഒരു കൊട്ടാരത്തിലെ പാട്ടുകാരൻ യുദ്ധത്തെ തുടർന്ന് ഒരു നിഗൂഢമായ ഒരു വീട്ടിലെത്തിച്ചേരുകയും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളുമാണ് സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. ബ്ലേഡ് റണ്ണർ 2049. ഡെനിസ് വില്ലിനേവ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സിനിമ. വളരെ ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിൽ നടക്കുന്ന ഒരു സിനിമയാണ്. ഇദ്ദേഹത്തിൻ്റെ തന്നെ എനിമി. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അതേ മുഖസാദൃശ്യമുള്ള വേറൊരു വ്യക്തിയെ യാദൃശ്ചികമായി കാണുകയും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളും പറയുന്ന സിനിമ. 12 മങ്കീസ്. ഒരു രോഗം മൂലം നശിച്ചു പോയ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി ടൈം ട്രാവൽ ചെയ്ത് പുറകോട്ട് വരുന്ന നായകൻ്റെ കഥ പറയുന്ന സിനിമ. ചുരുളി. ഒരു കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യത്യസ്തമായ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ കാട് പോലത്തെ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ കഥ പറയുന്ന സിനിമ. അടുത്തതായി ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോയി അവിടെ നിന്ന് ജയിൽ ചാടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ കഥ പറയുന്ന ഷോഷാങ്ക് റിഡംപ്ഷൻ. ഗോഡ് ഫാദറിൻ്റെ ഫസ്റ്റത്തെ 2 പാർട്ടുകൾ രണ്ടും ഒന്നിനൊന്ന് മികച്ചതാണ്. ഒരു ഗ്യാങ്സ്റ്റർ സിനിമ എങ്ങനെ എടുക്കണമെന്ന് ഒരു ടെംപ്ലേറ്റ് തന്ന സിനിമ. നോളൻ്റെ ഡാർക്ക് നൈറ്റ് ട്രിയോളജി. ബാറ്റ്മാൻ്റെ ഏറ്റവും മികച്ച വേർഷൻ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ഫൈറ്റ് ക്ലബ്. ഇൻസോമാനിയ എന്ന് പറഞ്ഞ ഒരു അസുഖമുള്ള ഒരു വ്യക്തി, ഉറങ്ങാൻ കഴിയാത്ത അസുഖമുള്ള വ്യക്തി ടൈലർ ഡേർഡൻ എന്ന് പറഞ്ഞ വേറൊരു വ്യക്തിയെ പരിചയപ്പെടുകയും അവർ ഫൈറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് തുടങ്ങുകയും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളും പറയുന്ന സിനിമ. ദി മെഷീനിസ്റ്റ്. ഇൻസോമാനിയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പറയുന്ന സിനിമ. ക്രിസ്ത്യൻ ബെൽ എന്ന ആക്ടറുടെ പീക്ക് ആക്ടിങ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. 7. ബൈബിളിൽ പറയുന്ന 7 പാപങ്ങൾക്ക് ശിക്ഷ നൽകുന്ന ഒരു കൊലയാളിയുടെ കഥ പറയുന്ന സിനിമ. പാരസൈറ്റ്. പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരുന്ന സിനിമ. ഒരു മലയാള സിനിമയുടെ തരത്തിലുള്ള മേക്കിംഗ് ആണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പായും പോയി കാണുക. സൈക്കോ. വളരെ മികച്ചു നിൽക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. നിങ്ങൾ എന്തായാലും കാണേണ്ട സിനിമകളിൽ ഒന്നാണ് ഈ സൈക്കോ. ഡ്യൂണിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒരു സ്പേസിൽ നടക്കുന്ന ഗെയിം ഓഫ് ത്രോൺസ് എന്നെല്ലാം വിശേഷിക്കാൻ പറ്റുന്ന സിനിമയാണ്. ഫസ്റ്റ് പാർട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സെക്കൻഡ് പാർട്ട് നിർബന്ധമായിട്ടും കാണണം. മെബൻഡോ. ജൊനാഥൻ നോളൻ്റെ തിരക്കഥയിൽ അല്ലെങ്കിൽ ജൊനാഥൻ നോളൻ എഴുതിയ ഒരു ചെറുകഥയെ ബേസ് ചെയ്ത് ക്രിസ്റ്റഫർ നോളൻ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് മെമൻഡോ. ഓർമ്മക്കുറവുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറും എൻഡ് ഗെയിമും. സിനിമയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും സിനിമയെക്കുറിച്ച് കേട്ടിട്ടേലും ഉണ്ടാകും. ദി ഷൈനിങ്. സ്റ്റാൻലി കുബ്രിക് എന്ന ഡയറക്ടറുടെ ഒരു ഹൊറർ സിനിമ. ഒരു ഹോട്ടൽ മുറിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പറയുന്ന സിനിമ. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹൊറർ മൂവിയായി ഈ സിനിമയെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. 2001 സ്പേസ് ഒഡീസി. സ്റ്റാൻലി കുബ്രിക് എന്ന ഡയറക്ടർ 1960കളിൽ എടുത്ത ഈ സിനിമ നിങ്ങൾ എന്തായാലും കണ്ടു കഴിഞ്ഞ് ഞെട്ടിപ്പോകുമെന്ന് ഉറപ്പാണ്.
ഇന്റർസ്റ്റെല്ലാർ എന്ന സിനിമയിൽ ക്രിസ്റ്റഫർ നോളൻ ഈ സിനിമയിൽ നിന്ന് ഒത്തിരിയധികം ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇതേ ഡയറക്ടറുടെ സ്റ്റാൻലി കുബ്രിക് എന്ന ഡയറക്ടറുടെ അവസാനത്തെ സിനിമയാണ് ഐസ് വൈറ്റ് ഷട്ട്. ഇലുമിനാലിറ്റി കേന്ദ്രീകരിച്ച് വരുന്ന സിനിമ റിലീസിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ഡയറക്ടർ മരണപ്പെടുകയുണ്ടായി എന്നത് ഈ സിനിമയുടെ നിഗൂഢത കൂട്ടുന്നു. ഓൾഡ് ബോയ് ഒരു ആക്ഷൻ ത്രില്ലറായിട്ട് തുടങ്ങി അവസാനം കാണികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു ട്രോമ നൽകിയ സിനിമയായിരിക്കും മിക്കവാറും ഈ ഓൾഡ് ബോയ് എന്ന സിനിമ. അടുത്തതായി ഇൻസെൻഡിസ്. ഇതേപോലെ തന്നെ മനസ്സു മരവിപ്പിക്കുന്ന ക്ലൈമാക്സ് ഉള്ള മറ്റൊരു സിനിമയാണ് ഇൻസെൻഡിസ്. ഷട്ടർ ഐലൻഡ് ഒരു കേസന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു ദ്വീപിലെത്തുന്ന രണ്ട് ഡിറ്റക്റ്റീവ്സിൻ്റെ കഥ പറയുന്ന സിനിമയാണ് ഷട്ടർ ഐലൻഡ്. അടുത്തതായി ജോക്കർ. DC കോമിക്സ് ബേസ് ചെയ്തു വന്ന സിനിമ വളരെ മികച്ചു നിൽക്കുന്ന സിനിമയാണ്. സിനിമയിൽ ബാറ്റ്മാൻ്റെ ഏറ്റവും വലിയ വില്ലനായ ജോക്കറിൻ്റെ കഥ പറയുന്നു. റിക്വം ഫോർ എ ഡ്രീം ഡ്രഗ് അഡിക്ഷൻ ബേസ് ചെയ്തു വന്ന സിനിമ. നിങ്ങളൊരു ഡ്രഗ് അഡിക്റ്റ് ആയ വ്യക്തിയാണെങ്കിൽ ഈ സിനിമ നിങ്ങൾ കാണുക, നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ മാറിയേക്കാം. ടെനറ്റ് സിനിമയെക്കുറിച്ച് പലർക്കും പല അഭിപ്രായമാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ചു നിൽക്കുന്ന സിനിമ തന്നെയാണ് ഈ സിനിമ. ടൈം ട്രാവൽ എല്ലാം ബേസ് ചെയ്തു വന്ന സിനിമയാണ്. ഈ സിനിമയിൽ ക്രിസ്റ്റഫർ നോളന് ഒത്തിരിയധികം ക്രിറ്റിസിസം നേരിടുകയുണ്ടായി. ഈ കിട്ടിയ ക്രിറ്റിസിസത്തിനെല്ലാം ക്രിസ്റ്റഫർ നോളൻ തൻ്റെ നെക്സ്റ്റ് സിനിമയായ ഓപ്പൺഹൈമറിലൂടെയാണ് മറുപടി പറഞ്ഞത്. അണുആയുധങ്ങൾ നിർമ്മിക്കാൻ സഹായിച്ച സയൻറ്റിസ്റ്റായ റോബർട്ട് ഓപ്പൺഹൈമറിൻ്റെ കഥ പറയുന്ന സിനിമയാണ്. അടുത്തതായി ദി ട്രൂമാൻ ഷോ. ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തെ സംശയമുണ്ടാവുകയും തുടർന്ന് നടക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ദി ട്രൂമാൻ ഷോ. വാനില സ്കൈ. ഒരു റോഡപകടത്തെ തുടർന്ന് ഒരു വാഹനാപകടത്തെ തുടർന്ന് മുഖം വികൃതമായ ഒരു വ്യക്തി റിയാലിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. ടാക്സി ഡ്രൈവർ. മാർട്ടിൻ സ്കോർസെസയുടെ ഏറ്റവും മികച്ച സിനിമയായിട്ട് ഈ സിനിമയെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. രാത്രിയിൽ അമിതമായി ജോലി ചെയ്തതിനെ തുടർന്ന് മാനസികാരോഗ്യം വഷളാവുന്ന ഒരു വ്യക്തിയുടെ കഥ പറയുന്ന സിനിമയാണ് ടാക്സി ഡ്രൈവർ. അടുത്തതായി ദി സിക്സ്ത് സെൻസ്. മലയാളിയായ നൈറ്റ് ശ്യാമളൻ ഡയറക്റ്റ് ചെയ്ത് പുറത്തു വന്ന സിനിമ. പ്രേതങ്ങളെ കാണാൻ കഴിയുന്ന ഒരു കുട്ടിയെ ചികിത്സിക്കാൻ വരുന്ന ഒരു സൈക്കോളജിസ്റ്റിൻ്റെ കഥ പറയുന്ന സിനിമ. നോ കൺട്രി ഫോർ ഓൾഡ് മാൻ. വളരെ മികച്ചൊരു ത്രില്ലറാണ്. ഈ സിനിമയിൽ മ്യൂസിക് ഉപയോഗിച്ചതായി എനിക്ക് ഓർക്കുന്നില്ല. എന്നുകൊണ്ടും മികച്ചൊരു സിനിമയായി ഈ സിനിമയെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഒരു സൈക്കോയെ ഏറ്റവും ക്രൂരമായും അതോടൊപ്പം റിയാലിറ്റിയോട് ചേർന്ന് നിന്നും കാണിച്ച സിനിമയാണ് ഈ സിനിമ. അടുത്തതായി പ്രിസണേഴ്സ്. കാണാതായ കുട്ടികളെ അന്വേഷിക്കാൻ വന്ന ഡിറ്റക്റ്റീവിൻ്റെ കഥ. ഗോൺ ഗേൾ. വളരെ പ്രശസ്തയായ ഒരു യുവതി കാണാതാവുകയും അവൾ കാണാതായതിന് കാരണക്കാരനായി മീഡിയയും പോലീസുമെല്ലാം അവളുടെ ഭർത്താവിനെ സംശയിക്കുകയും ചെയ്യുന്നതാണ് സിനിമയുടെ പ്രമേയം. മെമ്മറീസ് ഓഫ് മർഡർ. കൊറിയയിൽ നടന്ന ശരിക്കുമുള്ള കൊലപാതകങ്ങളെ ബേസ് ചെയ്ത് വന്ന സിനിമ. വളരെ മികച്ചു നിൽക്കുന്ന സിനിമ തന്നെയാണ്. അടുത്തതായി ഒരു ഇന്ത്യൻ സിനിമയാണ് മഹാരാജ. മികച്ച മേക്കിംഗ് കൊണ്ടും നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് കൊണ്ടും എല്ലാവരെയും ഞെട്ടിച്ച സിനിമ. ദി ഹാൻഡ് മെയ്ഡൻ ഒരു ഏഷ്യൻ സിനിമയാണ്. ഒരു വലിയ വീട്ടിൽ പണിക്ക് വന്ന ഒരു പെൺകുട്ടിയുടെ കഥ പറയുന്ന സിനിമ. അടുത്തതായി മലയാളത്തിൽ നിന്ന് ഇരട്ട. പെട്ടെന്നൊരു ദിവസം ഒരു പോലീസുകാരൻ സൂസൈഡ് ചെയ്യുകയും തുടർന്നുള്ള അന്വേഷണങ്ങളും പറയുന്ന കഥ. അടുത്തതായി മലയാളത്തിൽ നിന്ന് തന്നെ റോർഷാക്ക്. വളരെ വ്യത്യസ്തമായൊരു കോൺസെപ്റ്റ് കാണിച്ചു തന്ന സിനിമ. പ്രേതത്തോട് റിവെഞ്ച് എടുക്കുന്ന, തൻ്റെ ഫാമിലിയെ കൊന്ന പ്രേതത്തോട് റിവെഞ്ച് എടുക്കുന്ന നായകൻ്റെ കഥ. മാലിക്. മലയാളത്തിലെ ഒരു മികച്ച ഗ്യാങ്സ്റ്റർ സിനിമ. ഈ അടുത്ത് പുറത്തിറങ്ങിയ എക്കോ കുറച്ച് പട്ടികളെ ബേസ് ചെയ്ത് വരുന്ന ഒരു സിനിമ. വളരെ മികച്ച സിനിമ തന്നെയാണ്. ദി സബ്സ്റ്റൻസ് ബോഡി ഹൊറർ ജനറയിൽ വളരെ മികച്ചു നിൽക്കുന്ന സിനിമ. ഫീൽഡ് ഔട്ടിൻ്റെ വക്കിലെത്തുന്ന ഒരു ആക്ട്രസ് തൻ്റെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി, വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേകതരം മരുന്ന് യൂസ് ചെയ്യുന്നതും തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. മിഡ്സമ്മർ. പ്രകാശത്തിനുള്ളിലും ഭീകരതയുണ്ടെന്ന് നമുക്ക് കാണിച്ചു തന്ന സിനിമയാണ് മിഡ്സമ്മർ. സ്വീഡനിൽ പ്രത്യേക സമയത്ത് രാത്രിയാവില്ല. ഒരു സ്ഥലത്ത്, സ്വീഡനിലെ ഒരു സ്ഥലത്ത് അവിടെ വിസിറ്റ് ചെയ്യാൻ പോകുന്ന കുറച്ച് ആൾക്കാർ, അവർക്ക് അവിടുത്തെ ആൾക്കാരുടെ ട്രഡീഷൻസ് എല്ലാം കാണുകയും തുടർന്ന് സംഭവിക്കുന്ന കുറേ വിയേർഡായിട്ടുള്ള കാര്യങ്ങളുമാണ് സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. തമ്പാട് വളരെ മികച്ചൊരു ഹൊറർ സിനിമയാണ്. ഒരു ഇന്ത്യൻ സിനിമയാണിത്. ലോക സിനിമകൾക്ക് മുമ്പിൽ വെക്കാൻ കൊള്ളുന്ന തരത്തിലുള്ള ഒരു ഇന്ത്യൻ സിനിമയാണ് തമ്പാട്. മാൻ ഓഫ് സ്റ്റീൽസ്. സൂപ്പർമാൻ്റെ ഏറ്റവും മികച്ച വേർഷൻ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. അമേരിക്കൻ സൈക്കോ. ഒരേ സമയം സൈക്കോയായും ആ നാട്ടിൽ വളരെ പണക്കാരനായും ജീവിക്കുന്ന പാട്രിക് ബാറ്റ്മാൻ എന്ന ഒരു വ്യക്തിയുടെ കഥ പറയുന്ന സിനിമ. പൈറേറ്റ്സ് ഓഫ് കരീബിയൻ. കടൽക്കൊള്ളക്കാരുടെ ലൈഫ് വളരെ രസകരമായി കാണിച്ചു തന്ന സിനിമ.
ഗെറ്റ് ഔട്ട് ഒരു കറുത്ത വർഗ്ഗക്കാരനായ ഒരു വ്യക്തി അവൻ്റെ വെളുത്ത വർഗ്ഗക്കാരിയായ ഗേൾഫ്രണ്ടിൻ്റെ വീട്ടിൽ വിരുന്നു പോവുകയും തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് ഗെറ്റ് ഔട്ട് എന്ന സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. വളരെ മികച്ച ഒരു റൊമാൻറ്റിക് മ്യൂസിക്കൽ മൂവി. ഇൻ ടു ദ വൈൽഡ് തൻ്റെ സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് യാത്രയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ കഥ. കാഡോലേക്ക് ഡാർക്കിൻ്റെ ഒരു മിനി വെർഷനായിട്ട്, ഡാർക്ക് എന്ന സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ ഒരു മിനി വെർഷനായിട്ട് ഈ സിനിമയെ നമുക്ക് കണക്കാക്കാം. ബ്ലാക്ക് സ്വാൻ ഒരു കലയോടുള്ള അമിതമായ ഒബ്സഷൻ ഒരു വ്യക്തിയെ എവിടെ കൊണ്ടുപോയി എത്തിക്കും എന്ന് കാണിച്ചു തരുന്ന സിനിമ. സ്പ്ലിറ്റ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതം പറയുന്ന സിനിമ. ലൂസി ഒരു മനുഷ്യൻ തൻ്റെ ബ്രെയിൻ 100% ഉപയോഗിക്കുകയാണെങ്കിൽ എന്തെല്ലാം സംഭവിക്കും എന്ന് കാണിച്ചു തന്ന സിനിമ. ജോൺ വിക്ക് വളരെ മികച്ച ഒരു ആക്ഷൻ ത്രില്ലറാണ്. തൻ്റെ ഭാര്യയുടെ മരണത്തിന് ശേഷം അവൾ തന്ന പട്ടിക്കുട്ടിയെയും ഒപ്പം അവൻ്റെ കാറും മോഷ്ടിച്ചവരോട് പ്രതികാരം ചെയ്യാനിറങ്ങുന്ന നായകൻ്റെ കഥ. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ നശിച്ചുകൊണ്ടിരുന്ന മാർവലിനെ തിരിച്ചു കൊണ്ടുവന്ന സിനിമയാണ്. വളരെ മികച്ച ഒരു സിനിമ തന്നെയാണ്. 300 സ്പാർട്ടൻസ് 300 സ്പാർട്ടൻസിൻ്റെ കഥ പറഞ്ഞ സിനിമ. ഒരു എൻറ്റയർ ജനറേഷൻ തന്നെ ഈ സിനിമയുടെ സ്റ്റൈല് ഇൻസ്പയർ ചെയ്തായിരുന്നു ആക്ഷൻ സിനിമകൾ ഇറക്കിക്കൊണ്ടിരുന്നത്. ബാഹുബലി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്ന്. ലോക സിനിമകൾക്ക് മുൻപിൽ ഇന്ത്യൻ സിനിമയെ എത്തിച്ച സിനിമ. ദി ഗെയിം ഒരു ഗെയിം കളിക്കാൻ കരാർ ചെയ്യുന്ന വളരെ പണക്കാരനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കഥ പറയുന്ന സിനിമ. ദി അതേഴ്സ് ഒരു വീട്ടിൽ താമസിക്കുന്ന ചില പ്രേതങ്ങളുടെ കഥ പറയുന്ന സിനിമ. എ സെർബിയൻ ഫിലിം ഹ്യൂമൻ സെൻറ്റിപ്പൈഡ് രണ്ടും വളരെ വിയേർഡായിട്ട് നിൽക്കുന്ന സിനിമയാണ്. നിങ്ങൾ സ്വന്തം റിസ്കിൽ മാത്രം, നിങ്ങൾ മനസ്സിന് ശക്തിയുള്ളവരാണെങ്കിൽ മാത്രം പോയി കാണുക. അടുത്തത് മലയാളത്തിൽ നിന്ന് ദൃശ്യം. മകളെ റേപ്പ് ചെയ്യാൻ വന്ന വ്യക്തിയെ അമ്മയും മകളും കൂടെ കൊല്ലുകയും ആ ബോഡിയെല്ലാം മറച്ചു വെക്കാൻ വേണ്ടി നായകൻ ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന സിനിമ. അസ് വളരെ വ്യത്യസ്തമായൊരു സിനിമയാണ്. മാസ്ക് വെച്ചിട്ടുള്ള 4 സ്ട്രേഞ്ചേഴ്സ് ഒരു ഫാമിലിനെ അറ്റാക്ക് ചെയ്യാൻ വരികയും തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് സിനിമയിൽ പറയുന്നത്. സിനിമ നിങ്ങൾ എന്തായാലും കാണണം. വളരെ വ്യത്യസ്തമായ ഒരു സിനിമ തന്നെയാണ്. നോബഡി വളരെ പാവമായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ മക്കൾക്ക് പോലും അവനെ ഒട്ടും വിലയില്ല. പെട്ടെന്നൊരു ദിവസം അവൻ്റെ ഫാമിലിക്ക് ഒരു പ്രശ്നം വരികയും പിന്നെ അവൻ്റെ പാസ്റ്റ് അവൻ്റെ പഴയ ജോലി ചെയ്യാൻ തിരിച്ചു കൊണ്ടുവരികയും അവൻ്റെ പാസ്റ്റിൽ അവൻ എന്തായിരുന്നു എന്നെല്ലാം കാണിക്കുന്ന സിനിമ. മങ്കി മാൻ ഒരു ഇന്ത്യൻ ജോൺ വിക്ക് എന്ന് വിളിക്കപ്പെടാവുന്ന സിനിമ. ഇന്ത്യൻ പൊളിറ്റിക്സ് എല്ലാം കാണിച്ചതിനെ തുടർന്ന് ബാൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ജനശ്രദ്ധ നേടേണ്ട സിനിമയായി. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത സൂപ്പർമാൻ വളരെ മികച്ചൊരു സിനിമ തന്നെയാണ്. ജെയിംസ് ഗണ്ണിൻ്റെ വേർഷൻ ഓഫ് സൂപ്പർമാൻ വളരെ മികച്ചൊരു സിനിമ തന്നെയാണ്. അടുത്തതായി ഒരു കോമഡി സിനിമയാണ് ദി ഡിക്റ്റാറ്റർ. 6 വയസ്സിൽ തന്നെ രാജാവായ ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം പുള്ളിയുടെ പദവിയെല്ലാം പോകുന്നു. പുള്ളി അമേരിക്കയിൽ ഒരു സാധാരണക്കാരനായി ജീവിക്കേണ്ട അവസ്ഥ വരികയും തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് സിനിമയിൽ പറയുന്നത്. പ്രീഡെസ്റ്റിനേഷൻ ഒരു ടൈം ഏജൻറ്റിൻ്റെ കഥ പറയുന്ന സിനിമ. വളരെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള സിനിമയാണ്. നിങ്ങൾ പോയി കാണേണ്ട സിനിമ തന്നെയാണ്. അഞ്ചാം പാതിര ഒരു സീരിയൽ കില്ലറിനെ ബേസ് ചെയ്ത് മലയാളത്തിൽ ഇറങ്ങിയ സിനിമയാണ് അഞ്ചാം പാതിര. രാക്ഷസൻ ഒരു സൈക്കോ കില്ലറിനെ പിടിക്കാൻ നടക്കുന്ന ഒരു പോലീസുകാരൻ. ഈ കഥ പറഞ്ഞ സിനിമയാണ് രാക്ഷസൻ. 2018 പ്രളയത്തെ ബേസ് ചെയ്ത് ടോവിനോ തോമസ് നായകനായി മലയാളത്തിൽ വന്ന സിനിമ ട്രാൻസ്. ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ ജീവിതം ബേസ് ചെയ്ത് വന്ന സിനിമ. ജോസഫ് ഒരു റിട്ടയേർഡ് പോലീസ് ഓഫീസറുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കഥ പറയുന്ന സിനിമ. മണിച്ചിത്രത്താഴ് മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക്കൽ സൈക്കോളജിക്കൽ ഹൊറർ സിനിമയാണ്. ഇലവീഴ പുഞ്ചിറ എന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറി വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഥ പറയുന്ന സിനിമ. ദി ബാറ്റ്മാൻ്റെ ഡിറ്റക്റ്റീവ് വേർഷൻ നമുക്ക് കാണിച്ചു തന്ന സിനിമ. ദി നോർത്ത്മെൻ വൈക്കിങ്സിൻ്റെ അഗ്രസീവ്നെസ് എല്ലാം നമ്മളെ തുറന്ന് കാണിച്ച സിനിമ. അനിലിയേഷൻ ഒരു സ്ഥലത്ത് ഏലിയൻ ഇൻവേഷൻ സംഭവിക്കുകയും അവിടുത്തെ ചെടികൾക്കും മ്യൂട്ടേഷൻ സംഭവിക്കുകയും അങ്ങോട്ട് കയറി ചെല്ലുന്ന കുറച്ച് സയൻറ്റിസ്റ്റിൻ്റെ കഥ പറയുന്ന സിനിമ. ഡോണി ഡാർക്കോ പെട്ടെന്നൊരു ദിവസം ഒരു വ്യക്തിക്ക് മുയലിൻ്റെ മുഖം മൂടി ധരിച്ച ഒരു വ്യക്തി 25 ദിവസം അല്ലെ 20 എത്രയോ ആണെന്ന് തോന്നുന്നു, അത്ര ദിവസത്തിനുള്ളിൽ ലോകം നശിക്കുമെന്ന് പറയുകയും തുടർന്ന് സംഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കുന്ന സിനിമ. ടെറിഫയർ വളരെ മികച്ച ഒരു സിനിമ. റിയലിസ്റ്റിക് ആയിട്ടുള്ള വയലൻസ് രംഗങ്ങളെല്ലാം നമ്മെ കാണിച്ചു തന്ന സിനിമയാണ്. മനസ്സിന് ശക്തിയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കാണുക. സുകുമാരക്കുറുപ്പ് എന്ന
ഒരു വ്യക്തിയെ ബേസ് ചെയ്ത് വന്ന സിനിമ, മലയാളത്തിൽ നിന്നിറങ്ങിയ സിനിമ. തുള്ളാത്ത മനവും തുള്ളും വിജയ് നായകനായിട്ട് വന്ന ഒരു റൊമാൻറ്റിക് മൂവിയാണ്. വളരെ മികച്ചു നിൽക്കുന്ന സിനിമ തന്നെയാണ്. തനി ആവർത്തനം ഒരു സൊസൈറ്റി എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഭ്രാന്തനാക്കുന്നു എന്ന് കാണിച്ചു തന്ന സിനിമ. എന്തായാലും പോയി കാണുക. ഉത്തരം, ഹീറോയുടെ ഫ്രണ്ടിൻ്റെ വൈഫ് ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് ഒരു ദിവസം സൂസൈഡ് ചെയ്യുകയും പിന്നെ നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളും പറയുന്ന സിനിമ. ഇന്ത്യൻ ഈ കറപ്ഷനെല്ലാം തടയാൻ വേണ്ടി ഒരു വയസ്സായൊരു വ്യക്തി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്ന സിനിമ. അന്യൻ ഡബിൾ പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതം പറയുന്ന സിനിമ. അവതാർ പാണ്ഡോറ എന്ന ഗ്രഹത്തിൽ എത്തിച്ചേരുന്ന ഒരു മനുഷ്യൻ്റെ സിനിമ. ഐ സീ ദ ഡെവിൾ വില്ലനേക്കാളും അഗ്രസീവ്നെസ് ഹീറോ കാണിച്ച സിനിമ. തൻ്റെ ഭാര്യയെ റേപ്പ് ചെയ്ത വില്ലനോട് ഹീറോ ചെയ്യുന്ന കാര്യങ്ങൾ. തന്മാത്ര ഓർമ്മ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ കഥ പറയുന്ന സിനിമ തന്മാത്ര. അവസാനമായി 12 Monkeys പ്ലേഗ് കാരണം നശിക്കപ്പെട്ട ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി ടൈം ട്രാവൽ ചെയ്ത് പുറകോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ കഥ പറയുന്ന സിനിമ. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമകൾ വേറെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് കണ്ടതിന് ശേഷം ഞാൻ ആ സിനിമകളും കൂടി ഉൾപ്പെടുത്തി വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതാണ്.